നിങ്ങൾ വീട്ടിലേക്ക് ഒരു സാധാ അര എച്ച് പി പമ്പ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി കിട്ടുന്ന 1 ഇഞ്ച് വലിയും 1 ഇഞ്ച് തള്ളും വരുന്ന അര എച്ച് പിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹാഫ് എച്ച് പി മോഡലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ റേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പമ്പ് മാനുഫാക്ചറിങ് രംഗത്ത് ഏകദേശം 60 വർഷത്തോളം പ്രവൃത്തി പരിചയമുള്ള Texmo-Aquatex അക്വാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കമ്പനിയുടെ HCS430 എന്ന് പറയുന്ന ഒരു ഹാഫ് എച്ച് പിയുടെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 1.25 ഇഞ്ച് സെക്ഷനും 1 ഇഞ്ച് ഡെലിവറി സൈസും മാക്സിമം 17 മീറ്റർ വരെ ഹെഡും കിട്ടുന്ന ഒരു ഹാഫ് എച്ച് പി മോഡലാണ്. നമ്മളെല്ലാവരും അര എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇഞ്ച് വലിയും 1 ഇഞ്ച് തള്ളും എന്നുള്ളൊരു സങ്കല്പമാണ് എല്ലാവർക്കും ഉള്ളത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർക്ക് അര എച്ച് പിയിൽ തന്നെ 1.5 ഇഞ്ച് വലിയും 1.5 ഇഞ്ച് തള്ളും വരുന്ന പമ്പ് വരുന്നുണ്ട്. 1.25 ഇഞ്ച് വലിയും 1 ഇഞ്ച് തള്ളും വരുന്ന പമ്പ് വരുന്നുണ്ട്. നമ്മുടെ നോർമൽ പമ്പുകൾ പോലെ തന്നെ 1 ഇഞ്ച് വലിയും 1 ഇഞ്ച് തള്ളും വരുന്ന പമ്പ് വരുന്നുണ്ട്. ഇതിൽ 1.25 ഇഞ്ച് സെക്ഷനും 1 ഇഞ്ച് ഡെലിവറി സൈസും വരുന്ന പമ്പിൻ്റെ വിശേഷമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് അൺബോക്സ് ചെയ്തിട്ട് ഈ പമ്പ് ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്കിത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുക, എത്ര നിലയുടെ മേളിലേക്ക് പമ്പ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആവറേജ് കറക്റ്റ് സെലക്ഷൻ എന്ന് പറയുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇതാണ് ഈ മോട്ടറിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വരുന്നത്. അതായത് കാസ്റ്റ് അയൺ ബോഡിയാണ് വരുന്നത്. ഇതിൻ്റെ ഷാഫ്റ്റ് സ്റ്റീലാണ്. SKFൻ്റെ ബെയറിംഗ് ആണ് ഇവരുടെ എല്ലാ പമ്പുകളിലും യൂസ് ചെയ്യുന്നത്. ഏകദേശം 20 കിലോയോളമാണ് ഈ ഹാഫ് എച്ച് പിയുടെ വെയിറ്റ്. നമ്മുടെ നോർമൽ മാർക്കറ്റിൽ കിട്ടുന്ന പമ്പുകൾ എന്ന് പറഞ്ഞാൽ ആവറേജ് ഒരു 10 കിലോയോ 11 കിലോയാണ് നോർമലി വെയിറ്റ് വരാറുള്ളൂ. അതേപോലെ കറണ്ട് കൺസപ്ഷൻ ഇതിൽ കൊടുത്തിരിക്കുന്നത് 3 ആമ്പിയർ ആണ്. പിന്നെ ഇതിൻ്റെ ഒരു ഹെഡ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മീറ്റർ മുതൽ 17 മീറ്റർ വരെ യൂസ് ചെയ്യാം. 6ാമത്തെ മീറ്ററിൽ ഏകദേശം 9000 ലിറ്റർ വരെ വെള്ളം പറയുന്നുണ്ട്. നമുക്ക് ആവറേജ് ഇപ്പോൾ ഒരു 7-8 മീറ്റർ ആഴമുള്ള കിണറും നമ്മുടെ ഒരു നില വീടൊക്കെ ആണെങ്കിൽ ആവറേജ് 12 മീറ്റർ. ഈ 12 മീറ്ററിൽ ഇവർ അവകാശപ്പെടുന്നത് 100 ലിറ്റർ വെള്ളമാണ്. അതായത് 6000 ലിറ്ററിനടുത്ത് വെള്ളം നമ്മൾ ഈ പറയുന്ന ഒരു നില വീടിൻ്റെ മുകളിലേക്ക് പമ്പ് ചെയ്യാൻ ഇതിന് കപ്പാസിറ്റി ഉണ്ട്. ഒരു ആവറേജ് 7 മീറ്ററോ അല്ലെങ്കിൽ 8 മീറ്ററോ മാക്സിമം ആഴമുള്ള കിണറിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഏതൊക്കെ സൈറ്റുകളിലേക്കാണ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുക? അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ മിനിമം ഹെഡ് 6 മീറ്ററാണ്. വലിയും തള്ളും കൂടി മിനിമം 6 മീറ്ററെങ്കിലും തള്ളാനുള്ള സ്ഥലങ്ങളിൽ തൊട്ട് നമുക്കിത് മേലോട്ട് ഉപയോഗിക്കാൻ പറ്റും. 6 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ ഡിസ്ചാർജ് വരുന്ന 1.5 സൈസിലുള്ള പമ്പ് വരുന്നുണ്ട്. ഇനി ഇത് ഏറ്റവും നന്നായിട്ട് സ്യൂട്ട് ചെയ്യുക നമുക്ക് ആവറേജ് ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ 7 മീറ്ററൊക്കെ ആഴമുള്ളൊരു കിണറും നിങ്ങളുടെ ഒറ്റ ഫ്ലോർ ബിൽഡിംഗ്, അതായത് ഏകദേശം ടാങ്ക് ഹൈറ്റ് ഉൾപ്പെടെ 5 മീറ്ററും വരുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അര എച്ച് പിയുടെ പവർ കൺസപ്ഷനിൽ തന്നെ ആവറേജ് നമുക്ക് ഇപ്പോൾ ഒരു 6000 ലിറ്ററിന് മേലെ ഒരു മണിക്കൂറിൽ ഡിസ്ചാർജ് കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ആവറേജ് പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പമ്പിൻ്റെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു കട്ട വെച്ച് പൊക്കിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ പൈപ്പ് ഇങ്ങനെ ഒരു ബെൻഡ് പോലെ കിടക്കും. അവിടെ എയർ കെട്ടാൻ സാധ്യതയുണ്ട്. ഒരിക്കലും പമ്പ് ലെവൽ സെക്ഷൻ സൈഡിന് മേളിലേക്ക് നമ്മുടെ പൈപ്പുകൾ വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത് കട്ട വെച്ച് പൊക്കിയിട്ട് നേരെ താഴേക്ക് ഇട്ടേക്കുന്നത്. പിന്നെ നമ്മുടെ ഫുഡ് വാൽവിൽ ഓൾറെഡി വെള്ളം ഒഴിച്ച് നിറച്ചിട്ടുണ്ട്. നമ്മൾ പ്രഷർ ടെസ്റ്റിങ്ങിനൊക്കെ ആയിട്ടൊരു ചെറിയൊരു പൈപ്പും കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഏകദേശ പെർഫോമൻസ് ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് പറയുകയാണെങ്കിൽ 0 ഹെഡാണ്. ഹെഡേ ഇല്ല, ഒരു ചെറിയൊരു പൊക്ക വ്യത്യാസം മാത്രമേ ഉള്ളൂ. വാട്ടർ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1/2 മീറ്റർ. ഇങ്ങനെ ഈ പമ്പ് ഉപയോഗിക്കാൻ പാടില്ല. അധികം നേരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പമ്പ് ഹീറ്റാവും. ഇതിൽ ഇൻബിൽറ്റ് ഓവർലോഡ് പ്രൊട്ടക്ടർ ഉള്ളതുകൊണ്ട് മോട്ടർ ഓഫ് ആവും. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ടെസ്റ്റിംഗ് പർപ്പസിനാണ്. മിനിമം 6 മീറ്ററെങ്കിലും ഉള്ള സൈഡിലാണ് നിങ്ങളിത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ എക്സ്റ്റൻഷൻ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. കാരണം അതിൻ്റെ ഭയങ്കരമായിട്ട് വെള്ളം തെറിക്കുന്ന കാരണം ചെറിയൊരു എക്സ്റ്റൻഷൻ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ചാർജ് ഞങ്ങൾക്ക് കാണാം. പ്രാക്ടിക്കലി നമ്മൾ ഇത്രയും ഹെഡിൽ ഈ പമ്പ് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. കമ്പനി പറയുന്ന മിനിമം ഹെഡ് എന്ന് പറഞ്ഞാൽ 6 മീറ്ററാണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ നോ ലോഡ്, അതായത് ഒട്ടും ഹെഡ് കൊടുക്കാതെ ഇതേപോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 3.9 ആമ്പിയറാണ് അതിൻ്റെ കറണ്ട് കൺസപ്ഷൻ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പമ്പ് ഈ ഒരു ഹെഡിൽ നമുക്ക് യൂസ് ചെയ്യാനേ പറ്റില്ല. ഇതിന് കൊടുക്കേണ്ടത് മിനിമം നമ്മൾ അര ബാർ, അതായത് ഏകദേശം ഒരു 5 മീറ്റർ. 6 മീറ്ററാണ് കമ്പനി പറയുന്നത്. 5 മീറ്ററിന് മേളിലെങ്കിലും ഹെഡ് ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പയ്യെ അതിൻ്റെ പ്രഷർ ഗേജിൽ അതിനനുസരിച്ചുള്ള പ്രഷർ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ആവറേജ് ഒരു 10 മീറ്ററിനടുത്ത് ഹെഡാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. 10 മീറ്ററിൻ്റെ തൊട്ട് താഴെയാണ്. ഈ ഗേജ് ഒന്ന് കാണിക്കാമോ? 10 മീറ്ററിൻ്റെ തൊട്ട് താഴെ കൊടുക്കാൻ നേരത്ത് ആവറേജ് നമ്മുടെ കറണ്ട് കൺസപ്ഷൻ വരുന്നത് 3.7 ആണ്. കുറച്ച് നീക്കി പിടിക്കണം കേട്ടോ. അതിൻ്റെ പെർഫോമൻസ് നോക്കിക്കോ. ഇതൊന്ന് പൈപ്പൊന്ന് സൈഡിലേക്ക് അടിച്ച്. ഇതാണ് ഏകദേശം ഈ പമ്പിൻ്റെ 10 മീറ്ററിലുള്ള പെർഫോമൻസ് എന്ന് പറയുന്നത്.
നമുക്ക് കുറച്ചുകൂടെ ലോഡ് കൊടുത്ത് നോക്കാം. ഒന്ന് പൊക്കി പിടിച്ചോട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 10നും 15നും ഇടയ്ക്കാണ് നമ്മൾ ലോഡ് കൊടുത്തേക്കുന്നത്. 3.6 ആണ് ഇപ്പോഴത്തെ കറണ്ട് കൺസപ്ഷൻ വരുന്നത്. കുറച്ചുകൂടെ ലോഡ് കൊടുത്ത് നോക്കാം. ഇപ്പോൾ ഏകദേശം 15 മീറ്റർ ഹെഡായിട്ടുണ്ട്. 3.3 ആംപിയറാണ് കറണ്ട് കൺസപ്ഷൻ വരുന്നത്. ആവറേജ് ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു നല്ല റേഞ്ച് എന്ന് പറയുന്നത്. അതായത് 10 മീറ്ററിനും 15 മീറ്ററിനും ഇടയ്ക്കുള്ള ഒരു റേഞ്ചായിരിക്കും ഈ പമ്പിന് ഏറ്റവും ഒരു ഒപ്റ്റിമം പോയിൻ്റ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ലോഡ് കൊടുക്കാം. ഇപ്പോൾ 15ന് മേലെയായി തുടങ്ങി. 15ന് തൊട്ട് മേലെ, അതായത് ഇപ്പോൾ ഇവർ കമ്പനി പറയുന്ന ഏകദേശം ഷട്ട് ഓഫ് ഹെഡ് 17 മീറ്ററിലാണ് ഈ പമ്പ് വർക്ക് ചെയ്യുന്നത്. കറണ്ട് കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ 2.7 ആംപിയറാണ് കൺസപ്ഷൻ വരുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം 15ന് തൊട്ട് മേലെ, അതായത് കമ്പനി പറയുന്ന 17 മീറ്റർ മാക്സിമം ഹെഡിലാണ് ഇപ്പോൾ ഈ പമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മാക്സിമം പ്രഷർ ജനറേഷൻ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ഏകദേശം 2 ബാർ 20 മീറ്ററിനടുത്ത് ഹെഡ് കൊടുത്തിട്ടുണ്ട്. 20 മീറ്ററിൽ ഓൾമോസ്റ്റ് ഷട്ട് ഓഫ് തന്നെയാണ്. ഒരു ചെറിയൊരു രീതിയിലുള്ള വെള്ളം വരുന്നുള്ളൂ. ആവറേജ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 14 മീറ്റർ വരെയുള്ള 14-15 മീറ്റർ വരെയുള്ള റേഞ്ചിലായിരിക്കും ഈ പമ്പിനെ നന്നായിട്ട് പെർഫോം ചെയ്യുക. അതായത് മാക്സിമം കുറവ് കറണ്ടും മാക്സിമം ഡിസ്ചാർജ്. ഇതിൽ എത്രയൊന്ന് ഡിസ്റ്റൻസിൽ കാണിച്ചിട്ട് ഇതാണിപ്പോൾ നമ്മൾ ഹെഡൊന്നും കൊടുക്കാത്തപ്പോൾ ഉള്ളൊരു ഏകദേശ പെർഫോമൻസ് എന്ന് പറയുന്നത്. കിട്ടുന്നുണ്ടോ? ഓക്കെ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ 10 മീറ്റർ ഹെഡ് റേഞ്ചിലൊക്കെ ഇതിന് ഭയങ്കര പെർഫോമൻസ് ആണ്. നമ്മൾ സാധാരണ ഒരു കുറഞ്ഞ കമ്പനികളുടെ 1 HP റേഞ്ചിൽ വരുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആ പമ്പിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആവറേജ് ഒരു 10 മീറ്റർ അല്ലെങ്കിൽ മാക്സിമം 12-14 മീറ്റർ വരെയുള്ള ഹെഡ് റേഞ്ചിലായിരിക്കും ഈ പമ്പ് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുക. ഇതിൻ്റെ ഏകദേശം ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് 7000 മുതൽ 8000 രൂപയുടെ ഉള്ളിൽ പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. ഇത് അത്ര ചീപ്പായിട്ടുള്ളൊരു മോഡലല്ല. പിന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ വൈസ് നോക്കിയാലും നിങ്ങൾക്ക് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല മെറ്റീരിയലും ഏറ്റവും നല്ല രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് ഈ പമ്പിന് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.